ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുമെന്ന വാക്ക് പാലിച്ച് ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. മഴക്കാലത്തിനു മുൻപ് രണ്ടാം ഘട്ടം പൂർത്തിയാക്കണം. സർക്കാരിനും എല്ലാവർക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങൾ നന്ദി. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും ഞങ്ങളൊരു കൂട്ടി പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പൊ നല്ലൊരു സുന്ദരമായ വീട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഈ ദുരന്തത്തിനിടയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലാഭനഷ്ടങ്ങളുടെ ഹരണഗുണന പട്ടിക കൂട്ടാൻ നിൽക്കരുത്. ഇതൊരു തെരഞ്ഞെടുപ്പല്ല, ഇതൊരു രാഷ്ട്രീയ നേട്ടമല്ല. ഇവിടെ ഏതെങ്കിലും ഒരു നിറം ഈ നഗരത്തിനില്ല. ഇത് നാം മനുഷ്യർ. വീട് കിട്ടി, വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇനി ബാക്കിയുള്ള വീടുകളും പെട്ടെന്നാവട്ടെ, എല്ലാവർക്കും പെട്ടെന്ന് സ്വന്തമായിട്ടൊരു വീടാവട്ടെ എന്നുള്ള ആഗ്രഹം. നമ്മുടെ സ്റ്റാഫാണെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും മറ്റു ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ ജോലി ചെയ്ത തൊഴിലാളികളും ഉൾപ്പെടെ എത്രയോ ആൾക്കാർ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരു അഭിമാന നിമിഷമാണ്. സ്വന്തമായിട്ട് എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട്. അതെന്തായാലും പോകണം. സന്തോഷം, അല്ലാതെ എന്ത് പറയാനാ. സന്തോഷം, കിട്ടിയത് സന്തോഷം. പട്ടയം കിട്ടി കയ്യിൽ. ഇനിയിപ്പോൾ TV തരാൻ വേണ്ടിട്ടുണ്ട്, അപ്പോൾ അതും വാങ്ങിയിട്ട് നമ്മൾ ഒരുമിച്ച് പറയാല്ലേ. ഞങ്ങളിതാ 178 വീടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ 178 വീട്ടിലും ഓരോ TV കൂടി ഞങ്ങൾ ഇന്ന് കൊടുക്കുകയാണ്. LED TV, ഗൂഗിൾ TV, ഇമ്പാക്സിന്റെ TV ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഇവിടെ ഓൺ ദി സ്പോട്ടിൽ ഇവിടേക്ക് കൊണ്ടുവരും. സർക്കാർ എല്ലാം കൊണ്ടും ഞങ്ങളെ തുടക്കം മുതലേ ഈ നേരം വരെ ഞങ്ങളെ കൂടെ ഉണ്ട്. ഇതുവരെ കാത്തിരുന്ന 2 വർഷത്തോളമായി. സന്തോഷമുണ്ട്. ഇവരെയൊക്കെ നന്നായിട്ട് നടത്തി തന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടും ഈ ഭരണം മുന്നോട്ട് കിട്ടണം. ഈ ഗവൺമെന്റിന് എങ്ങനെ അഭിനയിച്ചാൽ മതിയാവില്ല. വളരെ സന്തോഷമാണ്. ഈ വീടുകൾ ഞങ്ങൾ ചെന്ന് കയറിയപ്പോൾ കണ്ടൊരു കാഴ്ച, അവിടെ 2 ഷെൽഫുകൾ ഓരോ ബെഡ്റൂമിലായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വീട്ടിൽ താമസിക്കുകയാണല്ലോ, അല്പം ഫർണിച്ചർ കൂടി വേണമല്ലോ. അതുകൊണ്ട് എല്ലാ വീടിനും ആവശ്യം വേണ്ട ഫർണിച്ചറുകൾ കൂടി നൽകുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നു. കൽപ്പറ്റ ഗവൺമെൻറ് LP സ്കൂൾ, ആ ഗവൺമെൻറ് LP സ്കൂളിന് അവിടെ വലിയ പരിമിതിയാണുള്ളത്. സ്ഥലപരിമിതി കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ആ ഗവൺമെൻറ് LP സ്കൂൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സ്ഥലവും അനുവദിക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതാണ്. അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്.